ഈ പ്രാവശ്യം ഇന്ത്യ ഭരിക്കുമോ കേരളം? അത്രയ്ക്കും ജനപിന്തുണ വന്നോ? ഇവിടെ 2020 വന്നതിന് ശേഷം മാറ്റമുണ്ടോ? അപ്പൊ പിണറായി വിജയൻ പരിപാടി വരാത്ത എന്താ? ആ, മുൻപ് മോദിജി ഉള്ള പരിപാടിയിൽ ഇവരാരും പങ്കെടുക്കത്തില്ലായിരുന്നു. മോഡിയുടെ മുമ്പിൽ അയാളൊന്നും അല്ല, അത് കാരണം വരില്ല. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി കേരളത്തിന് വേണ്ടി 10,800 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഈ ഉദ്ഘാടനത്തിന് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിൽ പങ്കെടുത്തില്ല. കാരണം മറ്റൊന്നുമല്ല, ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ റിയാസ് അദ്ദേഹത്തെ വിളിച്ചില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് മുഖ്യമന്ത്രിയും മറ്റുള്ള മന്ത്രിമാരും സംസ്ഥാനത്തെ മന്ത്രിമാരും കേരളത്തിന് വേണ്ടി ഇത്തരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഇവിടുത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാതെ അവർ റോഡ് നീളെ നടന്ന് വെയിൽ കൊണ്ട് സ്വന്തമായിട്ട് അവർ അണികളെ വിളിച്ചുകൊണ്ട് ഉദ്ഘാടന മാമാങ്കം റോഡ് നീളെ നടക്കുന്ന കാഴ്ചകളാണ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത്. പക്ഷേ അവർ മന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും മുഖ്യമന്ത്രിയാണെങ്കിൽ അവർ മരുമോനും അമ്മായിയപ്പനുമാണെന്നുള്ള സത്യം ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. മരുമോനെ വിളിച്ചില്ലെങ്കിൽ അമ്മായിയപ്പൻ വരുന്നില്ലെന്നുള്ള ഒരു പിണക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരിതിൽ പങ്കെടുക്കാതിരുന്നത്. മുൻകാലങ്ങളിൽ ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന വേദിയിൽ അത് നരേന്ദ്രമോദി ഉണ്ടെങ്കിൽ ഞങ്ങളാരും പങ്കെടുക്കത്തില്ല, കേരളത്തിലെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും നരേന്ദ്രമോദി ഉണ്ടെങ്കിൽ പങ്കെടുക്കത്തില്ല എന്ന് പറഞ്ഞ് മാറി നിന്നവർ ഇന്നിപ്പോൾ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന വേദിയിൽ വിളിച്ചില്ല എന്ന് പറഞ്ഞ് പിണക്കം കൊണ്ട് മാറി റോഡ് നീളെ നടന്ന് ഉദ്ഘാടന മാമാങ്കം നടക്കുന്ന കേരളത്തിലെ സ്വന്തം കമ്മ്യൂണിസ്റ്റ് അണികളെ വിളിച്ചുകൊണ്ട് റിബനും കണ്ടിച്ചടക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് കേരളത്തിന് വേണ്ടി 10,800 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളും പദ്ധതികളും ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരള മുഖ്യമന്ത്രി മരുമോനെ വിളിച്ചില്ലെന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ട് മരുമോനും അമ്മായിയപ്പനും കൂടെ ചേർന്ന് കേരള ഒട്ടുക്ക് പോയി ഉദ്ഘാടനം റിബൺ കെട്ടിച്ച് ഉദ്ഘാടന മാമാങ്കം നടത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നിവിടെ NDAയുടെ യോഗം, മറ്റൊരു യോഗം നടന്നു. ഇവിടെ തുഷാർ വെള്ളാപ്പള്ളിയുടെയും 2020 സാബു ജേക്കബിൻ്റെയും രാജീവ് ചന്ദ്രശേഖരൻ്റെയും ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് NDA തെരഞ്ഞെടുപ്പ് യോഗം ഇവിടെ നടന്നത്. അതിൽ 2020യുടെ നീലത്തൊപ്പി അണിഞ്ഞ നിരവധി പ്രവർത്തകർ 2020യുടെ ശക്തമായ സാന്നിധ്യം എറണാകുളത്ത് കാണുകയുണ്ടായി. എന്തായാലും 2020 വന്നതുകൊണ്ട് NDAയ്ക്ക് എറണാകുളം ജില്ലയിൽ നിരവധി MLA ഉണ്ടാകുമെന്നാണ് ഇവിടെ വന്ന പ്രവർത്തകരും സാധാരണക്കാരായ ജനങ്ങളും പറയുന്നത്. പക്ഷേ BDSൻ്റെ നേതൃത്വത്തിൽ കുറച്ച് പ്രവർത്തകരും അവർ കരിച്ചുകുളകരനാണ് ഇവിടെ എത്തിയത്. അവരടുത്ത് ചോദിച്ചപ്പോഴും എന്തായാലും ശക്തമായിട്ട് അവർ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ വർഷം ത്രിപുരയിൽ സംഭവിച്ചതുപോലെ ഒറ്റ സീറ്റില്ലെങ്കിലും കേരളത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടാകും, NDAയുടെ മന്ത്രിസഭ ഉണ്ടാകും, ആ NDAയുടെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാകുമെന്നാണ് ഇവിടെ വന്നത്തെ പ്രവർത്തകരെല്ലാം ആവേശപൂർവ്വം പറയുന്നത്. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചത് കേട്ടോ? പ്രധാനമന്ത്രി ഒരുപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും കേരളം ഇടതിനും വലതിനും കൊടുക്കാതെ NDA നേടുമെന്നാണ് പറഞ്ഞേക്കണേ. നമ്മുടെ കേരളത്തിലെ ഭക്തജനങ്ങളെ വഞ്ചിച്ച് സ്വർണം കട്ട ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും നല്ലൊരു തിരിച്ചടി ഇപ്രാവശ്യം ഉണ്ടാവുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രി ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാത്ത എന്താണ്? അതിനെക്കുറിച്ച് അറിയാം. മുഖ്യമന്ത്രി പങ്കെടുക്കാത്തത് മരുമോനെ വിളിച്ചില്ല എന്നും പറഞ്ഞാണ്. എന്തായാലും അവര് NDAയുടെ ഈ ഒരു NDAയും 2020യും തമ്മിലുള്ള ഒരു സംഗമത്തെ അവരെന്തായാലും പേടിക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനമായിട്ട് ഞാനിതിനെ കണക്കാക്കുന്നു. ഈ പ്രാവശ്യം ഇന്ത്യ ഭരിക്കുമോ കേരളം? അത്രയ്ക്കും ജനപിന്തുണ വന്നോ? ഇവിടെ 2020 വന്നതിന് ശേഷം മാറ്റമുണ്ടോ? അപ്പൊ പിണറായി വിജയൻ പരിപാടി വരാത്ത എന്താ? മോഡിയുടെ പരിപാടിയല്ലേ? ആ, മുൻപ് മോദിജി ഉള്ള പരിപാടിയിൽ ഇവരാരും പങ്കെടുക്കത്തില്ലായിരുന്നു. ആര് വരത്തില്ല? ആ, ഇപ്പൊ NDA കേരളം ഭരിക്കും. എറണാകുളത്തെ സീറ്റ് മൊത്തം കിട്ടും. അത് നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന ഒരു എറണാകുളത്തെ സീറ്റ് അല്ല, എറണാകുളത്തെ കേരളത്തിലെ BJP ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഞങ്ങൾക്ക് കിട്ടും. 71% സീറ്റ് കിട്ടും. എന്തായാലും മുഖ്യമന്ത്രി ഇവിടെ കേരളത്തിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ എന്താ? അയാളോട് അയാൾക്ക് താല്പര്യമില്ല. മോഡിയുടെ മുമ്പിൽ അയാളൊന്നും അല്ല, അത് കാരണം വരില്ല. ഭാര്യ കണ്ട കാര്യം ചിലപ്പം പ്രധാനമന്ത്രി ചോദിച്ചാലോ എന്ന് വിചാരിച്ചോ? അതാണ് മരുമോനും അമ്മായിപ്പനും വരാൻ. അമ്മായിപ്പൻ മരുമോനും വരാൻ ഈ കാര്യം കൊണ്ടൊക്കെ ആയിരിക്കും അല്ലേ?